നഴ്സിംഗ് ഓഫീസർ പി.ബി. അനിതയുടെ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെന്ന് ആരോപിച്ച് സമരത്തിനിടെ അനിത നൽകിയ ഹർജിയാണ് ഇത്. ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് മാർച്ച് 1 ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പാക്കിയില്ലെന്നാരോപിച്ച് സീനിയർ നഴ്സിംഗ് ഓഫീസർ പി.ബി. അനിത ബുധനാഴ്ചയാണ് കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. ഉത്തരവ് നടപ്പാക്കാത്തതിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അനിതയെ മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അനുമതി നൽകിയിരുന്നില്ല. തുടർന്ന് അനിത സമരത്തിലേക്ക് കടന്നു. അതിനിടെ 4-ാം തീയതി അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകുകയും ചെയ്തു. എന്നാൽ അനിതയുടെ സമരം തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പ്രതിപക്ഷ പാർട്ടികൾ ആയുധമാക്കിയതോടെ വെട്ടിലായ സർക്കാർ കഴിഞ്ഞ ദിവസം ഇവരെ കോഴിക്കോട് നിയമിച്ചതായി ഉത്തരവിറക്കി. അതേസമയം തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ടു പോകുമെന്ന് അനിത വ്യക്തമാക്കിയിരുന്നു. ഉത്തരവ് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവർ വരുത്തിയ വീഴ്ച സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് സെക്രട്ടറി അടക്കം ഹൈക്കോടതിയിൽ മറുപടി പറയേണ്ടി വരും. സമാന തസ്തികയിലുള്ള 18 പേർ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അനിതയെ മെഡിക്കൽ കോളേജിൽ നിയമിക്കാനുള്ള കോടതി ഉത്തരവിനെതിരായ സർക്കാരിന്റെ പുനഃപരിശോധന ഹർജി. കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടവരിൽ പലർക്കും ഹർജിക്കാരിയേക്കാൾ സീനിയോറിറ്റി ഉണ്ടെന്നാണ് സർക്കാരിന്റെ വാദം. സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജിയും അടുത്ത ദിവസം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നേക്കും. ജനം, കൊച്ചി.